വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എന്നെ ഇതേ സെയിം ഡ്രസ്സിൽ ഇതേ മേക്കപ്പിലായിരിക്കും എനിക്കൊന്ന് മുന്നത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ വീഡിയോ എൻ്റെർലി ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എൻ്റെ ഹെയർ ഒക്കെ പ്രെപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു സാധനത്തിൻ്റെ റിവ്യൂ കൂടി പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി. അപ്പോൾ ഞാൻ ഈ ബ്രഷാണ് യൂസ് ചെയ്യുന്നത് ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൺ എയറിൻ്റെ ആണ്. ഇതിങ്ങനത്തെ ഒരു കോമ്പും അതുപോലെ തന്നെ ഡ്രയറുമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് നമുക്കിത് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഇങ്ങനെ ഈ ഒരു സ്വിച്ച് വന്നിട്ട് നമുക്ക് താഴത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ ഇതിനെ ഇങ്ങനെ ഊരിയെടുക്കാം. സോ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് നമ്മുടെ എന്താണ് ഹെയർ ഡ്രയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഓഫാണ്. ആദ്യത്തേത് ഓഫാണ്. ഓഫ്, കൂള്, ലോ, മീഡിയം ആൻഡ് ഹൈ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. കണ്ടോ, ഇത് കാണാമോ? ഇങ്ങനത്തെ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു മാർക്ക് കണ്ടോ, ഇത് എവിടെയാണോ വരുന്നത് അതായിരിക്കും ഇതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ. അതായത് ആ ഒരു രീതിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ലോക്ക് ആൻഡ് അൺലോക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ, ഇതിവിടെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഊരിയെടുക്കാം. ഇതിവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കും, ഇത് ഊരി പോകത്തില്ല. അപ്പോൾ നമുക്കിത് ആദ്യം പ്ലഗ് ഇൻ ചെയ്യാം. എന്നിട്ട് അതിന് മുന്നേ എനിക്ക് എൻ്റെ തല ഒന്ന് അഴിക്കണം, എന്നാലാണ് ഓക്കെ. ഓണാന്നുള്ള കാര്യം മറന്നു പോയി, ഞെട്ടിപ്പോയി. ഞെട്ടിയത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ തലമുടി ആദ്യം ഇതൊക്കെ റിമൂവ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് നമുക്ക് നമ്മുടെ തലമുടി ഒന്ന് ചീകാന്ന് വെച്ചാൽ അങ്ങനെ കണ്ടമാനം എടുത്തിട്ട് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ചുമ്മാ കോമ്പ് ചെയ്താൽ മതി. എൻ്റെ മൈക്ക് ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് വരമ്പാവോ, നമുക്കതിനടുത്ത് ഇങ്ങോട്ട് കുത്താവേ. എന്നിട്ട് നമുക്കിതിന് രണ്ട് വശത്തേക്കിനും ഇടാം. എന്നിട്ട് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ മീഡിയം ഇടുവാണേ, അല്ല ഹൈ ഇട്ടിട്ടില്ല, കാരണം എന്തായാലും ഉണങ്ങാൻ സമയമെടുക്കും. ഇതിൻ്റെ ഒച്ചയിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാവോ എന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സൗണ്ട് പറയുവാണ്. ചിലപ്പോൾ കേൾക്കാൻ പറ്റുമായിരിക്കും. ഞാൻ എളുപ്പം ഉണക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഉണങ്ങും. അല്ലെങ്കിൽ പൊതുവേ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. വേഗം ഉണങ്ങണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ വേഗം ഉണങ്ങുമേ. ഇതിന് അത്യാവശ്യം നമ്മൾ ഹൈയിലിടുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം നല്ല ഹീറ്റുണ്ട്. അവനവന് സ്വന്തമായിട്ട് റെഡിയാവാൻ ഇതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനമായിരിക്കും എനിക്ക് തോന്നുന്നു ഹെയർ ഡ്രയറിനേക്കാളും ബെസ്റ്റ്. ഹെയർ ഡ്രയർ മാത്രം വാങ്ങിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ രണ്ടും കൂടെ ഉള്ള ഓപ്ഷൻ. കാരണം ആ ഒരു വിലയിൽ കിട്ടുകയും ചെയ്യും, നല്ലൊരു സാധനം, രണ്ട് കാര്യം നടക്കുകയും ചെയ്യും. ഞാൻ ആക്ച്വലി ഇത് വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ഉണക്കത്തേ ഉള്ളേ. ഒത്തിരി അങ്ങോട്ട് ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ആക്കത്തില്ല. അപ്പോൾ ബ്രഷ് വെച്ച് കോമ്പ് ചെയ്യുമ്പോൾ ബാക്കി ഉണങ്ങാത്തതും കൂടെ സെറ്റായിട്ട് മൊത്തത്തിൽ നല്ലൊരു ലുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ശരിക്കും നോക്കാറുള്ളത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഒത്തിരി തോർത്തിട്ട് ഞാൻ വെച്ചത് കൊണ്ട് അത്യാവശ്യം ഒരു ഭയങ്കര വെള്ളമായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ബ്രഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ മുടി ഒന്ന് ചീവി ചെട തീർക്കണം. സോ ഞാൻ ഇപ്പോൾ ചീവി ചെട തീർക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കൈ വെച്ചിട്ട് കോമ്പ് ചെയ്യാൻ പോവാണേ. നമ്മുടെ ചെട തീർന്നിട്ടുണ്ട്. ഞാൻ ചീവിയില്ല, ഞാൻ കൈ വെച്ചിട്ട് കോമ്പ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചീവി കൊടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ചെടയൊക്കെ അങ്ങ് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വകച്ചിലൊക്കെ കുഴപ്പമില്ല. ഇനി നമുക്ക് രണ്ട് സെക്ഷനായിട്ട് തന്നെ മുന്നേ എടുത്ത പോലെ തന്നെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മുടെ ഹെഡ് റിമൂവ് ചെയ്യണം. ഈ സംഗതി ഇതിനെ ഇങ്ങനെ താഴത്തോട്ട് പ്രസ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക, മാറ്റി വെച്ചു. കുറച്ച് ചൂട് കാണും കേട്ടോ പെട്ടെന്ന് യൂസ് ചെയ്യുമ്പോഴേ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് എഗെയിൻ നമുക്ക് നമ്മുടെ ഇതിലേക്ക് മാറ്റാം. നമുക്ക് കോമ്പ് ചെയ്ത് കൊടുക്കാം.
എൻ്റെ മുടിയുടെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ശരിക്കും ഇത് അങ്ങനെ ഒരു കേള്, ഭയങ്കര ഒരു കേള് എൻ്റെ മുടിയിൽ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ആക്ച്വലി ഇതിൻ്റെ പ്രശ്നമല്ല, ഞാൻ കേളർ യൂസ് ചെയ്താൽ പോലും എൻ്റെ മുടി കുറച്ച് കേളാവാൻ പാടാണ്. അതുകൊണ്ട് എനിക്കൊരിക്കലും ഈ സാധനം കൊണ്ട് ഈ സാധനത്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ നോർമൽ ഒരു അത്യാവശ്യം നല്ല ഇരിക്കുന്നൊരു ഹെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ ഈ രീതിക്ക് ഇങ്ങനെ കേൾ ചെയ്യുമ്പോൾ ആ ഒരു നാച്ചുറൽ കേൾ വരും. കണ്ടോ, ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി. ഇവിടെ ഒരു നാച്ചുറൽ കേൾ ആക്ച്വലി വരേണ്ടതാണ്. പക്ഷേ സാധാരണ വരും കേട്ടോ. ഇതിൻ്റെ കുഴപ്പമല്ല, അത് എൻ്റെ മുടിയുടെ രീതി അങ്ങനെ ആയതുകൊണ്ടാണ് അത് വരാത്തത്. നമുക്ക് ഒരിക്കലും ഇതിനെ തെറ്റ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോം ചെയ്ത് മാത്രമേ കൊടുക്കാറുള്ളൂ. എന്നിട്ട് ഞാൻ കണ്ടോ, പക്ഷെ ആ ഒരു ചെറിയൊരു വളവ് ഇവിടെ വരുന്നുണ്ട്. പക്ഷെ അത് വേഗം തന്നെ അങ്ങ് പോകും. എൻ്റെ ഒരു ഹെയറിൻ്റെ എനിക്ക് അങ്ങനെയാണ്. അപ്പം ഞാൻ അതിനെ തെറ്റ് പറയുന്നില്ല. മനസ്സിലായി? എൻ്റെ മുടി കണ്ടോ, വന്നതും പോയതും അറിഞ്ഞില്ല. അത് എൻ്റെ മുടിയുടെ മാത്രം പ്രശ്നമാണ്, ഇതിൻ്റെ പ്രശ്നമല്ല. ഇത് നല്ല ചൂട് കൊണ്ട് പറഞ്ഞ പോലെ നല്ല രീതിക്ക് നമുക്ക് യൂസ് ആകുകയും ചെയ്യുമോ. ഇപ്പം ഞാൻ എൻ്റെ മുടി നല്ല നനഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു 5-6 തവണ ഞാൻ ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ, ഈ ഒരു കോമ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ മുടി ഡ്രൈ ആകും. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. അടിപൊളി സംഗതിയാണ്. നല്ല നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണിത്. കണ്ടോ, എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ മുടി നീണ്ട അത്ര ഇരിക്കത്തുള്ളൂ. കാരണം സ്ട്രെയിറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഒന്ന് ചെറുതായിട്ട് ചൂട് വന്നാൽ പോലും എൻ്റെ മുടി അങ്ങ് സ്ട്രെയിറ്റ് ആകും. മുടി സ്ട്രെയിറ്റ് ആകും. പക്ഷെ കേൾ ചെയ്യാനും ലോങ് സ്റ്റേ ചെയ്യാനും ഭയങ്കര പാടായിട്ടുള്ള ഒരു മുടിയാണ് എൻ്റെ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ബ്രഷിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അതിനെയൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഇത് ഭയങ്കര, അത് നമ്മളൊരു 10,000 രൂപ കൊടുത്ത് മേടിച്ച സാധനമൊന്നും അല്ലല്ലോ. ഇതിനൊരു 2000 സംതിങ്, ചിലപ്പോൾ 2000-നുള്ളിൽ കിട്ടും, ചിലപ്പോൾ 2300-400 ആ ഒരു റേഞ്ചിൽ കിട്ടും. അടിപൊളി സാധനമാണ്, നിങ്ങൾക്ക് വാങ്ങിക്കാം. ഓൺ എയറിൻ്റെ ഉണ്ട്, ബോംബെയുടെ ഉണ്ട്. കുഞ്ഞിപ്പണ്ട, അതായത് എൻ്റെ അനിയത്തിയുടെ ഇരിക്കുന്നത് ബോംബെയുടെ ആണ്, അതും നല്ലതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ എയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ട്രയറും ഉണ്ട്, കോമ്പും വരുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അതായത് ഒരു 3-in-1 ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എൻ്റെ ഹെയർ നിങ്ങൾ നോക്കണ്ടേ, ഇത് പെട്ടെന്ന് സ്ട്രെയിറ്റ് ആകും. ഒരു ചെറിയ ചൂട് കിട്ടിയാൽ തന്നെ. കണ്ടോ, ചെറിയൊരു വളമുണ്ട്, പക്ഷെ ഉടനെ തന്നെ അത് പോകും. എൻ്റെ മുടിയുടെ ഒരു രീതി അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനത് ഒരിക്കലും, എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനത്തിന് വന്നിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇതിന് ചെയ്യാവുന്നതിന് പരിധിയുണ്ട്. എൻ്റെ മുടിയിൽ അത് എടുക്കൂല. ഇപ്പൊ കേളർ വെച്ച് ചെയ്താൽ പോലും ഞാൻ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് അടിച്ച് സ്പ്രേ അടിച്ചാൽ പോലും എൻ്റെ മുടിയിൽ ചിലപ്പോൾ കേള് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് കേൾ ഇരിക്കില്ല എൻ്റെ മുടി അങ്ങനത്തെ ഒരു മുടിയാണ്. അപ്പം ഞാൻ എല്ലാത്തിനെയും വന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബ്രഷ്, ഒരു 2-in-1 പാക്കേജ് അല്ലെങ്കിൽ 3-in-1 പോലത്തെ ഒരു സാധനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടേ ഞാൻ പറയത്തുള്ളൂ. ഓൺ എയർ നല്ല സാധനമാണ്. എനിക്ക് ഈ ഡ്രയർ ഞാൻ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രഷാണ്. കാരണം മുടി ഒന്ന് നൈസായിട്ട് തോർത്തൊക്കെ കെട്ടി വെച്ചിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മുടി നൈസായിട്ട് കൈയൊക്കെ വെച്ചൊന്ന് കോമ്പ് ചെയ്തിട്ട് ഞാൻ ഇത് തന്നെ വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ 2 തവണ ചീയിട്ടിട്ട് ഇങ്ങനെ പോവാറുണ്ട്. കണ്ടോ, എൻ്റെ മുടി ഇങ്ങനെ ഇപ്പോൾ ഒരു രീതി നോക്കിയിട്ട് കണ്ടോ, ഈ ഒരു നാച്ചുറൽ സാധനം എനിക്ക് കിട്ടും. പക്ഷെ ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ ഇപ്പോൾ സാധാരണ ഞാനൊരു 10 തവണയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്തവണ ഞാൻ 5-6 തവണയേ ചെയ്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഒരു മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഇവിടെ ഒരു ഫ്രണ്ടിൽ ഒരു ഇച്ചിരി കേള് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അയണറാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ എനിക്കിതിൻ്റെ റിവ്യൂ നിങ്ങളോട് പറയുകയും വേണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തേക്കുന്നത്. എനിവേസ്, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ഓൺ എയർ എന്ന് പറയുന്നത് ആ ഒരു വാങ്ങിക്കുന്ന ആ ഒരു പ്രൈസിൽ അത്രയും നല്ല പോലെ വേർത്ത് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. സോ നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം നമുക്കറിയാലോ എങ്ങനെയാണ് സാധനം വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് അത്ര പൊട്ടയായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പറയും. നിങ്ങൾക്ക് നല്ലതായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിക്ക് തന്നെ നിങ്ങളുടെ റിവ്യൂ പറയും. അപ്പം എൻ്റെ മേക്കപ്പ് ലുക്കും എൻ്റെ ഈ ഒരു മേക്കപ്പും ഇതിന് പൊട്ട് വരാനുണ്ട്. ബാക്കി മേക്കപ്പ്, കമ്മല്, ഇനി ഇതിനൊരു സാരിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു വീഡിയോ ചാനലിൽ ഉണ്ടാകും. സോ നിങ്ങൾ മസ്റ്റായിട്ട് അതുകൂടെ കാണണോട്ടെ. എൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു ലുക്ക് എന്ന് പറയണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. നിങ്ങളുടെ ബ്രഷ് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.